ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോട് ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഓപ്പൺ ഓൾവേസ് പോസിറ്റീവായി. ഖലീഫ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഖലീഫയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ഇന്നലെ രാത്രി ഞായറാഴ്ച രാത്രി 8:30-ക്കാണ് ട്രെയിലർ പുറത്തുവിട്ടത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 1.7 മില്യൺ വ്യൂസും കിടന്ന ട്രെയിലർ അടിച്ച് കയറുകയാണെന്ന് പറയാം. ഇത്രയേറെ കാത്തിരുന്നൊരു സിനിമ, അല്ലെങ്കിൽ ഇത്രയേറെ കാത്തിരിക്കുന്നൊരു സിനിമ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ഇത്രയേറെ കാത്തിരുന്നൊരു ട്രെയിലറും അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അതുപോലൊരു വെയിറ്റിംഗ് ആയിരുന്നു ഈ ട്രെയിലറിന് വേണ്ടി. കാരണം മോഹൻലാലുണ്ട്, ലാലേട്ടനുണ്ട്, അതോടൊപ്പം പൃഥ്വിരാജ്, രാജുവേട്ടൻ, അതോടൊപ്പം വൈശാഖിൻ്റെ സിനിമ, അങ്ങനെയുള്ളൊരു പ്രത്യേകതകൾ. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇതിന് ഹൈപ്പ് എന്ന് പറയുന്നത്, ഈ ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് നല്ലൊരു ഹൈപ്പ് ഈ ചിത്രത്തിനുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ഗസ്റ്റ് റോളും പിന്നെ രാജുവേട്ടൻ്റെ ലുക്കും അപ്പം അത് ഒരു സ്റ്റിൽസ് ഇങ്ങനെ പുറത്തു വിടും. ആ സ്റ്റിൽസിലൂടെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലുക്കിലൂടെയായിരുന്നു ഇതിന് ഹൈപ്പ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു താരത്തിൻ്റെ ലുക്ക് വെച്ചുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് ഹൈപ്പ് ഒരു ചിത്രത്തിന് കിട്ടുന്നത്. അത് ഈ ഒരു ഇതിൽ കാണുവാനായിട്ട് സാധിച്ചെന്ന് പറയാം. ഇപ്പോൾ ട്രെയിലറിലേക്ക് വരുമ്പോൾ അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരമെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. അല്ലെങ്കിൽ ഇത്രയേറെ ഹൈപ്പിനോട് നീതി പുലർത്തുന്ന ഒരു ട്രെയിലറാണ് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. ഏതായാലും മയാം ഗെയിമൊക്കെ പിന്മാറിയതോടുകൂടി ഖലീഫയും ബത്ലഹേം കുടുംബ ആയിരിക്കും ഓണത്തിന്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒന്നുറപ്പായി, ഓണം ഖലീഫ തൂക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൽ ഫാക്ടറും കൂടെ ഉള്ളതുകൊണ്ട് തിയേറ്റർ കത്തുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. FTFs ഒക്കെ റെക്കോർഡ് കളക്ഷനായിരിക്കും. ഒരു പക്ഷേ രാജുവേട്ടൻ്റെ കരിയറിൽ, പൃഥ്വിരാജിൻ്റെ കരിയറിൽ ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ ലഭിക്കാൻ തന്നെ ചാൻസ് കാണുന്നുണ്ട്. സോളോ റിലീസാണ് 20-നാണ്, ഖലീഫ 21-നാണ് നിവിൻ്റെ പടം ഇറങ്ങുന്നത്. ഏതായാലും ഓണം കളർഫുള്ളാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരം, പിന്നെ ജാക്സ് വിജയുടെ കത്തിക്കലും BGM കത്തിക്കലും കൂടെ ആകുമ്പം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഗൂംസോംസാണ്. തിയേറ്ററിലേക്ക് ആ സീന് വേറെ ലെവലായിരിക്കും. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ എവിടെ കൈയടിച്ചില്ലെങ്കിലും ഒരു സീനിൽ കൈയടിക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രിയും. ട്രെയിലറിൽ അദ്ദേഹത്തിനെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈവിരലുകളാണ്. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ പോലും അഭിനയിക്കുമെന്ന് എല്ലാ മലയാളിക്കും അറിയാം. അപ്പം അതൊക്കെ തിയേറ്ററിൽ വേറെ ലെവൽ രോമാഞ്ചിഫിക്കേഷൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഓണം മലയാളിക്ക് നല്ലൊരു വിരുന്നായിരിക്കും ഖലീഫ ടീം ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അടുത്ത കാലത്തൊന്നും ഇത്ര റിപ്പീറ്റ് അടിച്ച് കണ്ട ഒരു ട്രെയിലറും ഇല്ല എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ജാക്സ് വിജയുടെ കത്തിക്കലും പൃഥ്വിരാജിൻ്റെ ആക്ഷനും പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രിയും എല്ലാം കൊണ്ടും ട്രെയിലർ കയറി കൊടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഫുൾസ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുൾസ് റീൽസും കാര്യങ്ങളും ഒക്കെ ഖലീഫ തൂക്കിയിരിക്കുകയാണ്. ഏതായാലും 20-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ബുക്ക് മൈ ഷോയിലും ട്രെയിലറിന് മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിരുന്നു. നല്ല റെസ്പോൺസാണ് അവിടെയും കാണിക്കുന്നത്. ഏതായാലും ഹൈപ്പിനോട് നീതി പുലർത്തുന്ന ട്രെയിലറും അതോടൊപ്പം ഇത്രയേറെ ഹൈപ്പിനോട് നീതി പുലർത്തുന്ന സിനിമയും ഇത്രയേറെ നന്നായെങ്കിൽ ഒരു സംശയം വേണ്ട, ഓണം ഖലീഫ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.